വിചാരങ്ങൾ, അന്ധകാരങ്ങളുടെ മേൽ കർത്താവെ ആധിപത്യം എടുക്കുവാൻ ജനത്തെ സഹായിക്കണം. കടന്നു വരുന്നവരെ സഹായിക്കണം. യാത്ര ചെയ്യുന്നവരെ ദൂരെയായിരുന്നെല്ലാം വിടുവിച്ചാട്ടെ. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് കഴിഞ്ഞ ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കിന്ന് രാവിലെ അത് വീണ്ടും വായിക്കാം. നമ്മൾ 2-3 ആഴ്ചയായി 1-ാം വാക്യം തന്നെയാണ് ആവർത്തിച്ച് വായിക്കുന്നതെന്നാൽ അതിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാടാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് ആ വാക്യം വായിക്കാം. വെളിപ്പാട് 1-ന്റെ 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വാക്യം. വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായി ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇത് വെളിപ്പാട് പുസ്തകം ദൈവം ക്രിസ്തുവിനും, ക്രിസ്തു ഒരു ദൂതനും, ദൂതൻ യോഹന്നാനും, യോഹന്നാൻ 7 സഭകൾക്കും കൊടുത്തു. അങ്ങനെ ഓർഡർ മനസ്സിലാക്കണം. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ, യേശു അത് ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ അത് 7 സഭകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വെളിപ്പാട് അത് നമുക്കും ലഭിച്ചു. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ യോഹന്നാൻ ഇത് വെളിപ്പെടുത്തി കൊടുത്തിയ ദൂതൻ ആരാണെന്ന് അവിടെ പറയുന്നില്ല. സ്തോത്രം. അത് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണെന്ന് പറയുമ്പോൾ തന്നെ യോഹന്നാൻ ഇതാരാ പറഞ്ഞു കൊടുത്തിയ ഒരു ദൂതനെന്ന് മാത്രമേ ഉള്ളൂ, അത് പറയുന്നില്ല. ഇനിയും ദൂതൻ അത് യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ മനസ്സിലാക്കണം. യോഹന്നാൻ കേൾക്കുക, ഞാൻ വിശദീകരിക്കാം. പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. ആസ് വി ആർ വാച്ചിങ് തിങ്സ് ഓൺ എ സ്ക്രീൻ, ആ കാണുന്ന പോലെ തന്നെ പ്രദർശിപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്. പ്രൈസ് ഗോഡ്, ഗോഡ്സ് ഗിഫ്റ്റ്. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേരിലും യോഹന്നാൻ അറിയപ്പെടുന്നുണ്ട്. കാര്യം യോഹന്നാനെ കുറിച്ച് ഓർപ്പിക്കാം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേരിലും യോഹന്നാൻ അറിയപ്പെടുന്നു. 3 പേർ നമ്മുടെ ഈ പുസ്തകത്തിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അറിയാമോ ആരൊക്കെയാണെന്ന്? 3 പേർക്ക് യോഹന്നാൻ എന്ന് പേരുണ്ട്. 3 people are known as John. സ്നാപകനായ യോഹന്നാൻ സ്നാപകൻ, പിന്നെ ശിഷ്യനായ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ സബദി മക്കളിൽ യാക്കോബ് യോഹന്നാൻ, അവരിൽ ഒരാളാണ് യോഹന്നാൻ. പിന്നെ മർക്കോസ് എന്ന മറുപേരുള്ളൊരു യോഹന്നാൻ, മറിയയുടെ മകനായ മർക്കോസ് എന്ന അവിടാണ് പത്രോസിൻ്റെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥന നടക്കുന്നത്. യോഹന്നാൻ എന്നും മറുപേരുള്ള മർക്കോസിൻ്റെ അമ്മാവിയമ്മയുടെ വീട്ടിലാണ് പ്രാർത്ഥന നടക്കുന്നത്. യേശുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യനല്ലായിരുന്നു. എന്നാൽ ഈ ലേഖനം എഴുതിയ ശിഷ്യനാണ്, നമ്മുടെ ഗോസ്പൽ എഴുതിയ ആ മർക്കോസ്, അതും യോഹന്നാൻ എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത്. യോഹന്നാൻ്റെ മാതാപിതാക്കൾ, ഈ നാം പറയുന്ന യോഹന്നാൻ്റെ മാതാപിതാക്കൾ സബദി ആണ് അപ്പൻ്റെ പേര്. അമ്മയുടെ പേര് ശലോമി. സബദി മക്കളുടെ മർക്കോസ് 1-ന്റെ 19-ാം വാക്യമാണ്. മറന്നുപോകലെ ഈ കാര്യങ്ങളൊന്നും. മർക്കോസ് 1:19. സഹോദരൻ്റെ പേര് യാക്കോബ് എന്നായിരുന്നു. 2 പേരുടെയും തൊഴിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് പൊതുവായിട്ട് എടുക്കാൻ പറ്റും. ഒന്ന്, മീൻപിടുത്തമായിരുന്നെങ്കിലും യേശു അവരെ കാണുമ്പോൾ അവർ വല നന്നാക്കുകയായിരുന്നു. ദാറ്റ് വാസ് എ പ്രൊഫഷൻ ഓൺ ദോസ് ഡേയ്സ്, മെൻഡിങ് ദ നെറ്റ്. ഇന്നുകൊണ്ട് എല്ലാത്തിനും ഈ സ്പെഷ്യലിസ്റ്റ് ഉള്ളത് കണക്ക് വല നന്നാക്കുന്ന ജോലിയായിരുന്നു ഓരോ മത്സ്യബന്ധനം കഴിഞ്ഞ് അവർ വരുമ്പോൾ. പക്ഷേ മത്സ്യബന്ധനമാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മത്തായി 4:21 യേശു അവരെ കാണുമ്പോൾ അവർ വല നന്നാക്കിയായിരുന്നു. അങ്ങനെ തൻ്റെ തൊഴിൽ വിട്ടാണ് ഈ യോഹന്നാൻ യേശുവിൻ്റെ പിന്നാലെ യാത്രയായി തീർന്നത്. ഇനി യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 10-11 പേർക്കും ലഭിക്കാത്ത ഒരു ഇൻറ്റിമേറ്റ്സി വിത്ത് ഗാഡ് ഈ യോഹന്നാൻ ഉണ്ടായി. അതൊന്നുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാർഷ്യാലിറ്റി ഉണ്ടല്ലോ. അങ്ങനെ അല്ല അതിൻ്റെ അർത്ഥം. കാരണം നാം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കും തോറും ദൈവം നമ്മെ കൂടുതൽ സ്നേഹിക്കും. കലവറയില്ലാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ. അതാ പറയുക, എന്നോട് അടുത്ത് വരിക, ഞാൻ നിങ്ങളോടും അടുത്ത് വരിക. അങ്ങനെ ഒരു പ്രത്യേകത യോഹന്നാൻ ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യോഹന്നാനെ വി ക്യാൻ കോൾ ഹിം ആസ് ദ അപ്പോസ്റ്റൽ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റൽ എന്ന് വേണമെങ്കിലും ഈ യോഹന്നാനെ വിളിക്കാൻ പറ്റും. ഇനിയും യോഹന്നാൻ്റെ സ്നേഹത്തിന് ഞാൻ കണ്ട 5 പ്രത്യേകതകൾ ആദ്യമേ പറയാം. നമ്മുടെ വിഷയം വെളിപ്പാട് പുസ്തകമാണെങ്കിലും ഇങ്ങനെ
വാക്യം, ഒന്നാം വാക്യം തന്നെ ഒരു 2-3 മാസം പഠിപ്പിക്കത്തക്കോണം ഉണ്ട്. അതിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, വ്യാഖ്യാനിച്ച് പഠിച്ചാൽ, യോഹന്നാൻ്റെ സ്നേഹത്തിന് 5 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത യോഹന്നാൻ 13:22-23 വായിക്കും. ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 22 and 23. യേശുവിൻ്റെ മാർവിൽ ചാരുന്ന സ്നേഹമായിരുന്നു യോഹന്നാൻ്റെ സ്നേഹം. ഹി വാസ് ലീനിങ് ടു ദ ബോസം ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മാർവോട് ചേർന്നിരിക്കുന്ന. അപ്പോൾ ചോദിക്കുകയാണ്, ഇനി യൂദയാണോ ഒറ്റിക്കൊടുക്കുന്നതെന്നും വേറെ ഒത്തിരി വിഷയങ്ങളുണ്ടായപ്പോഴും അവർ ചോദിക്കുന്നത് യോഹന്നാനോടാണ്. യേശുവിൻ്റെ മാർവിൽ ചാരിയിരുന്ന യോഹന്നാൻ. നിങ്ങൾ ഈ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറഞ്ഞ് വരച്ചിരിക്കുന്ന പടത്തിനകത്തും ഒരാൾ യേശുവിൻ്റെ മാർവോട് ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. അതിതാണ് യേശുവിൻ്റെ മാർവിൽ ചാരുന്ന സ്നേഹമാണ്. ആരുടെ സ്നേഹം? യോഹന്നാൻ്റെ സ്നേഹം. ലീനിങ് ടുവേഴ്സ് ക്രൈസ്റ്റ്. അതൊരു ചായവാണ്. സ്വന്തം തോളിലേക്ക് തല ചായ്ക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളൊന്ന് നോക്കണം. അതുപോലെ തന്നെയാണ് എനിക്ക് ചായുവാൻ ഒരിടമുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണെന്ന് പ്രൂവ് ചെയ്ത ഒരു അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കണ്ടന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വെള്ളക്കുതിരയും റഷ്യയും അതൊക്കെ ഗോഗും മോഗോഗും ഒക്കെ പഠിക്കുന്നതിനൊക്കെ മുമ്പ് അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് വെളിപ്പാട് പുസ്തകം നന്നായിട്ട് അറിയാം. അതിൽ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും മനസ്സിലായത്, ഒരു സ്നേഹിക്കപ്പെടുന്ന ഒരു ശിഷ്യന് വേണ്ടി എന്തും ചെയ്യുവാൻ സ്വർഗം തയ്യാറാണ്. സ്തോത്രം. അതാണ് ഞാൻ ഈ മെസ്സേജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇങ്ങനെ യോഹന്നാൻ യേശുവിൻ്റെ മാർവിൽ, ഒന്നാമത്തെ സ്നേഹമെന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേർന്നിരിക്കുന്ന മാർവിൽ ചാരുന്ന ഒരു സ്നേഹമായിരുന്നു. രണ്ടാമത്തെ യോഹന്നാൻ്റെ സ്നേഹം 5 പ്രത്യേകതയാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്ത് ഏൽപ്പിച്ചാലും ചോദ്യം ചെയ്യാതെ എടുക്കുന്ന. ഹല്ലേലൂയ. ഹിസ് ലവ് വാസ് എ ലവ് that was ready to take any kind of responsibility. to what extent? ഏത് മണ്ഡലത്തിലും സ്നേഹം ഏറ്റെടുക്കുന്ന, നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ചുമതലകൾ വാങ്ങിക്കുന്ന സ്നേഹമായിരുന്നു. വായിക്കാം, യോഹന്നാൻ 19:26-27. നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഞാൻ പ്രസംഗ ഭാഷയിൽ പറയുന്നു മാത്രം. യോഹന്നാൻ 19:26-27. താൻ സ്നേഹിച്ച, ആ പദം മറന്നു പോകല്ലേ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും. സ്തോത്രം. എവിടെ നിൽക്കുന്നത്? അപ്പം ബാക്കി എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്ന് പറയുമ്പോഴും ക്രൂശീകരണ സമയത്ത് ഓടിപ്പോകാത്ത ഒരാളുണ്ടായിരുന്നു. ആര്? യോഹന്നാൻ ഓടിപ്പോയില്ലെന്ന് തെളിവായിട്ട് പറയുന്നുണ്ട്. ആരൊക്കെ തിരിച്ചു വന്ന് എനിക്കറിയത്തില്ല. അവനെ വിട്ട് എല്ലാവരും ഓടിപ്പോയി എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നു, ക്രൂശീകരണ സമയത്ത് ആര് നിൽപ്പുണ്ടായിരുന്നു? യോഹന്നാൻ. അതുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനോട് യേശു പറയുകയാണ്, ഹല്ലേലൂയ, സ്ത്രീയെ ഇതാ നിൻ്റെ ശിഷ്യൻ, ശിഷ്യ ഇതാ നിൻ്റെ അമ്മ. അന്ന് തൊട്ട് ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോസഫ് മരിച്ചുപോയി കാണും. ഈ യേശുവിന് ആരുണ്ട്? യാക്കോബ്, യോസെ, യൂദ എന്ന് പറയുന്ന സഹോദരന്മാരും പിന്നെ സഹോദരിമാരും ഉണ്ട്. എന്നിട്ടും സ്വന്തം സഹോദരങ്ങളെക്കാളും കൂടപ്പിറപ്പുകളെക്കാളും തനിക്ക് ജന്മം തരുവാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ പാത്രമായ ആ മാതാവിനെ മരണം വരെ കൊണ്ടു നടക്കുവാൻ പ്രാഗൽഭ്യമുള്ള ഒരു സ്നേഹത്തെ ഈ യോഹന്നാനിൽ യേശു കണ്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ മാറുന്നിടത്ത് ദൈവം നമ്മെ കരുതാൻ ഒരു സ്നേഹം എപ്പോഴും കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മറന്നു പോകല്ലേ. നിങ്ങൾ ഏത് പട്ടണത്തിൽ കൊണ്ടിടട്ടെ, ഏത് രാജ്യത്ത് കൊണ്ടിടട്ടെ, ആരുമില്ലാത്ത മരുഭൂമി കൊണ്ട് നിങ്ങളെ വലിച്ചെറിഞ്ഞാലും, ആരുമില്ലല്ലോ, ഒരു കത്തുപോലും വരുന്നില്ലല്ലോ എന്നൊക്കെ ഭയപ്പെടുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി കരുതിയ സ്നേഹം സ്വർഗം എവിടെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ നമ്മൾ മറന്നു പോകല്ലേ. അത് വളരെ സത്യമായ കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് പരമാർത്ഥമാണ്. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, ക്രൂശിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, മറിയയ്ക്ക് ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ, മക്കളെല്ലാം നോക്കും, കാര്യമൊക്കെ ശരിയാ. പക്ഷേ യോഹന്നാനെ ആ സ്നേഹം ഏൽപ്പിച്ചതിൻ്റെ കാരണം ചുമതല ഏറ്റുവാങ്ങത്തക്കണം. അന്ന് തൊട്ട് ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ ആര് ചെലവിന് തരുമെന്നോ, ഇതിനാര് ഉത്തരവാദി ആയിരിക്കുമെന്നോ, അടക്കത്തിൻ്റെ സമയത്ത് എങ്ങനെ ഒന്നും ചോദിച്ചില്ല. സ്വർഗം ഒരു കാര്യം ഏൽപ്പിച്ചാൽ ദൈവം അത് ഏൽപ്പിക്കാൻ തയ്യാറാണ്. സ്തോത്രം, ഹല്ലേലൂയ. മൂന്നാമത്തെ യോഹന്നാൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാൾ വേഗത്തിൽ ഓടത്തക്കവണ്ണം സത്യം അറിയാൻ വേണ്ടി മുമ്പേ ഓടുന്ന സ്നേഹമായിരുന്നു. യോഹന്നാൻ 20:4 വാക്യം. യോഹന്നാൻ 20:4.
മറിയ കല്ലറയ്ക്കൽ പോയിട്ട് 20-ാം അധ്യായത്തിൽ വരുന്നു. ഞങ്ങൾ അവിടെ ചെന്നു, കല്ലറ ചെന്നു, അവിടെ കല്ലറ തുറന്നിരിക്കുന്ന കണ്ടു. യേശുവിൻ്റെ ശരീരം കണ്ടില്ല എന്ന് അറിഞ്ഞ ഉടനെ ഈ മറിയ ഓടി വന്ന് പത്രോസിനോടും യോഹന്നാനോടുമാണ് ഈ കാര്യം പറയുന്നത്. ഇത് കേട്ട പടുതി പത്രോസും യോഹന്നാനും ഇറങ്ങി ഓടി. എന്നിട്ട് യോഹന്നാൻ എഴുതിയ ലേഖനമായതുകൊണ്ട് തൻ്റെ ഒരു ഭാഗത്തും വെളിപ്പാടിലൊഴിച്ച് വേറൊരൊറ്റ സ്ഥലത്തും യോഹന്നാൻ തൻ്റെ പേര് ഉപയോഗിക്കാറില്ല. ഒന്നുകിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ, അല്ലെങ്കിൽ മറ്റേ ശിഷ്യൻ എന്നൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ പറയുന്നു മറ്റേ ശിഷ്യൻ അവനേക്കാൾ വേഗത്തിൽ ഓടിയെന്ന്. അപ്പോൾ നോക്കുക, കല്ലറയുടെ കാര്യം കേട്ടപ്പോൾ ഒന്നും ഓർത്തില്ല. ആരാണ് ഏറ്റവും ആദ്യം ഓടിയത്? മുമ്പേ ഓടുന്ന സ്നേഹമായിരുന്നു. പത്രോസിനെ സംബന്ധിച്ച് യോഹന്നാനെ തോൽപ്പിക്കുന്ന സ്പീഡുള്ള പാർട്ടിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എടുത്തിയാടുന്ന ആളാണ്. പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഓടാൻ മുമ്പിൽ യോഹന്നാനായിരുന്നു. ഒരിക്കലൊന്ന് സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി എവിടെ വരെ ഓടാനും നിങ്ങൾ തയ്യാറാകും. സ്തോത്രമല്ല, ഏതറ്റം വരെയും. അല്ലല്ലേ, പലരും ഭയപ്പെട്ട കല്ലറകളിലേക്ക്, പലരും ഭയപ്പെട്ട അല്ലല്ലേ രാത്രികളിൽ നിങ്ങൾക്ക് ഓടുവാൻ കഴിയും, ദൈവസ്നേഹം നിങ്ങളുടെ അകത്ത് വ്യാപരിച്ച. യോഹന്നാൻ്റെ സ്നേഹത്തിൻ്റെ 5-ാമത്തെ പ്രത്യേകത, യോഹന്നാൻ 21:20 വാക്യം. യോഹന്നാൻ 21:20. നോക്കുക, പിൻചെൽ അന്ത്യത്തോളം പിൻചെല്ലുന്ന സ്നേഹമാണ്. ഇവൻ മരിക്കയില്ല എന്നൊരു ശ്രുതി അവിടെ എല്ലാം പരക്കുകയും ചെയ്തു. ഇനി ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം കൂടെ ഉണ്ട്, ഞാൻ എൻ്റെ ഭാഗത്തിൽ എടുത്തിട്ടില്ല. യേശു കടൽക്കരയിൽ ഇവർ ശിഷ്യന്മാർ 21-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്, പോയി മീൻ പിടിക്കാൻ പോയി. മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ കരയിൽ നിൽക്കുന്ന യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ പറയുകയാണ്, അത് ആരാകുന്നു? കർത്താവാകുന്നു. നീ ആകുന്നെങ്കിൽ വരാമെന്ന് പറഞ്ഞ് അന്നേരമാണ് ആര് ചാടുന്നത്? പത്രോസ് വെള്ളത്തിൽ ചാടുന്നത്. കാറ്റും കടലും കോളും ഇളകുന്ന മണ്ഡലങ്ങളിലും യേശു നടന്ന് ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്ന് ചെല്ലുന്നൊരു കാഴ്ചയുണ്ട്. എല്ലാവരും പേടിച്ച് ഭൂതമായിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നേരം യോഹന്നാനാണ് തിരിച്ചറിഞ്ഞത് ഇതാരാകുന്നു? അത് കർത്താവാകുന്നു. നോക്കണം, നാം കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നോ ഏത് സമയത്തും നിങ്ങൾക്ക് കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാം. പ്രൈസ് കടലിൽ ഇന്ന് രാവിലെ ദൈവശബ്ദം തിരിച്ചറിയാൻ പറ്റും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എന്നെ ദൈവം വിളിച്ചോന്നോ, ദൈവശബ്ദമാണോ അത്, ആരെങ്കിലും എന്നോട് സംസാരിച്ചോ, ദൈവം എന്നോട് ഇടപെടുമോ ഒന്നും തിരിച്ചറിയാതിരിക്കത്തില്ല നമ്മൾ. പലപ്പോഴും പല വിഷയത്തിൻ്റെ മുമ്പാകെ we cannot recognize whether that is the call of God. But if you love the Lord with all your heart, with all your might and strength, you will be able to recognize the love of the Lord. അത് എപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം യോഹന്നാൻ്റെ സ്നേഹത്തിൻ്റെ 5 പ്രസംഗമാണ് ഞാൻ ഈ പ്രസംഗങ്ങളാണ് ബൈബിൾ ക്ലാസ്സിൽ ഷോർട്ടായിട്ട് തരുന്നത്, പിന്നെ ഒരിക്കൽ നമുക്ക് പ്രസംഗിക്കാം. അങ്ങനെ യോഹന്നാൻ്റെ സ്നേഹം പിൻചെല്ലുന്ന സ്നേഹമാണ്. ഇനിയും സുവിശേഷം, ഹല്ലേലൂയ, 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം, പിന്നെ 1, 2, 3 യോഹന്നാൻ, 5-ാമതായിട്ട് വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ദൂതൻ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, പ്രദർശിപ്പിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സിഗ്നിഫൈഡ്, റൈറ്റ്, ഓർ ഹല്ലേലൂയ, ഹി ഹാസ് ഷോൺ ടു ഹിം. അതാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. യോഹന്നാന് ദൈവം അത് കാണിച്ചു കൊടുത്തു, അടയാളത്താൽ എല്ലാവരും കാണത്തക്കവണ്ണം, അല്ലെങ്കിൽ മനസ്സിലാക്കത്തക്കവണ്ണം തെറ്റുകൂടാതെ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തിയതാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനിയും ഇതെല്ലാവർക്കും കാണാതെ, ഇറ്റ്സ് ആൻ ഓപ്പൺ ബുക്ക്. മെനി ടൈംസ് ദ പീപ്പിൾ ആർ നോട്ട് റെഡി ടു ഓപ്പൺ ദ ബുക്ക് ഓഫ് റെവലേഷൻ ആൻഡ് ഗോ ത്രൂ ദാറ്റ്, ബട്ട് ഇറ്റ്സ് എ വൈഡ്ലി ഓപ്പൺ ബുക്ക് ഫോർ ഓൾ ദ ടൈം. എല്ലാ സമയത്തേക്കും തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് യോഹന്നാൻ്റെ ഈ വെളിപ്പാട്. ഇനിയും നമ്മൾ ഒരു പഴയ കാലത്തൊക്കെ ഇവിടെ അമേരിക്കയിലുണ്ട്, എനിക്കത് ഇറ്റ് മേ ബി സ്കൂളിലൊക്കെ ഉണ്ട്, പക്ഷേ റിയലി പഴയ കാലത്ത് നാടകങ്ങളുണ്ട് കേരളത്തിലൊക്കെ, അല്ലേ? അമ്പലത്തിൻ്റെ പറമ്പുകളൊക്കെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ എന്തുകൊണ്ട് ഓപ്പണാണ്, ഇറ്റ് ഫോർ ഓപ്പൺ ഫോർ എവരിബഡി. അവർ നാട്ടിൽ നിന്നൊക്കെ പിരിവൊക്കെ നടത്തിയിട്ട് നാടകം നടത്തും. എന്നിട്ട് അവസാനം ഈ നാടകത്തിന് ആ സ്റ്റേജിൽ എന്താ കാണും? ഒരു കർട്ടൻ കാണും. ഈ എല്ലാവരും റെഡിയായിട്ട് പുറകെ നിൽക്കുക, കർട്ടൻ മാറുന്ന കണക്കാണ് കാര്യം. എവറിത്തിങ് ഇസ് ഓൾറെഡി സെറ്റ്. അല്ല, നമ്മൾ കർട്ടൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടല്ല അവരെല്ലാം റെഡിയാക്കുന്നില്ല. കർട്ടൻ മാറ്റുമ്പോൾ എല്ലാം 10 വർഷം മുമ്പ് 20 വർഷം മുമ്പ് ഇവരെല്ലാം ഇവിടെ സെറ്റിലായിരിക്കുന്ന പോലെ നമുക്ക് തോന്നും എന്ന് പറയുന്ന പോലെ വെളിപ്പാട് പുസ്തകം യോഹന്നാന് ദൈവം പ്രദർശിപ്പിക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ നടക്കാനുള്ളത് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന സകലതും ഒരു തിരശീല മാറ്റി കാണിച്ചു കൊടുക്കുക ചെയ്തു.
സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാനെ ഞാൻ ഇതാ ചെയ്യാൻ പോകുന്നല്ല കാണിച്ചു കൊടുത്തത്, ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് എഴുതി വെച്ച പ്രമാണം, വള്ളി പുള്ളി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പദ്ധതി ഒരു പ്രാവശ്യത്തേക്ക് യോഹന്നാന് കർട്ടൻ നീക്കി കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയും 2-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാൻ ദൈവവചനത്തിന് സാക്ഷ്യം പറഞ്ഞവനാണ് എന്നിവിടെ തെളിയിക്കുകയാണ്. മുമ്പും താൻ അത് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം മുഴുവൻ ദൈവവചനത്തിൽ താൻ വഹിച്ച സാക്ഷ്യങ്ങളാണ്. ഞാൻ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഞായറാഴ്ച സഭായത്തിന് പറയുന്ന സാക്ഷ്യമല്ലെന്ന് ഓർത്തോണം. സാക്ഷ്യമാണ് ദൈവം ദൂതൻ മുഖാന്തരം യോഹന്നാനോട് സംസാരിച്ചതും യേശുക്രിസ്തു നേരിട്ട് സംസാരിച്ചതുമായി ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ജസ്റ്റ് കേട്ടും കണ്ടു എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് മറ്റുള്ളതിന് വ്യത്യസ്തമാകുന്നത്. പരിശുദ്ധാത്മാവ് നിയോഗത്താൽ വചനം എഴുതുന്ന അതേ ആത്മാവിൽ തന്നെ, പക്ഷേ മറ്റെഴുത്തുകാരെല്ലാം ആത്മവെളിപ്പാടോടെ എഴുതുമ്പോൾ യോഹന്നാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു കർട്ടൻ മാറ്റി കാര്യങ്ങൾ കണ്ട്, അതാ ഒരു വെള്ള കുതിര അവിടെ നിൽക്കുന്നു, ഉടനെ യോഹന്നാൻ എഴുതുകയാണ്. നോക്കി പിക്ചർ വരയ്ക്കുന്ന പോലെ ഹി വാസ് ഡ്രോയിങ് ആൻഡ് റൈറ്റിംഗ്, ഗിവിംഗ് ആൻ എക്സ്പ്ലനേഷൻ എവറിത്തിങ് ഹി ഹാഡ് സീൻ വിത്ത് ഹിസ് ഓൺ ഐസ്. ഇറ്റ്സ് എ പ്രൈമ ഫേസ് എക്സ്പീരിയൻസ്. ആ ദൃക്സാക്ഷി വിവരണമാണ്. 1-ാം സാക്ഷി അല്ലേ, കേസൊക്കെ വരുമ്പോൾ 1ഉം 2ഉം 3ഉം സാക്ഷികളൊക്കെ ഉള്ളത് 1-ാം സാക്ഷിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ച് കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ കാണുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. യെരമ്യാവ്, ആമോസ്, യെശയ്യാവ് ഒക്കെ പല കാര്യങ്ങളും കാണും. ഞാനൊരു അത്തിപ്പഴക്കട്ട കാണുന്നു, ഞാനൊരു വൃക്ഷം കാണുന്നു, ഞാനൊരു ഇത് കാണുന്നു എന്നൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ യോഹന്നാൻ കറക്റ്റായിട്ട് ഈ പ്രാവശ്യം അത് എഴുതി തരികയാണ്. ദൃക്സാക്ഷി എന്നാണ് യഥാർത്ഥ സാക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം. ഐ വിറ്റ്നസ്, ദൃക്സാക്ഷി എന്നാണ് ഇതിൻ്റെ അർത്ഥം. കണ്ട കാര്യങ്ങളാണ് സാക്ഷികൾ പറയുന്നത്. യോഹന്നാൻ കണ്ടു, അത് നമ്മോട് അറിയിക്കുകയാണ്. യേശുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. 19-ാം അധ്യായം വെളിപ്പാട് 19:10. വെളിപ്പാട് 19:10. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ. തെറ്റിദ്ധരിക്കല്ലേ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ ആയതുകൊണ്ട് അതാണ് യോഹന്നാൻ നമ്മോട് സംസാരിക്കുന്ന സ്പിരിറ്റ് ഓഫ് പ്രൊഫസി. ദാറ്റ് മീൻസ് പ്രൊനൗൺസിങ് ദ വേർഡ് ഓഫ് ഗോഡ്, വാട്ട് ഐ ഹാവ് സീൻ. അത് പറയുക യോഹന്നാൻ. നമ്മളും വെളിപ്പാട് പുസ്തകം പഴയ ഭക്തന്മാർക്ക്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഈ വെളിപ്പാട് ഈ 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാണ് സഭകളിൽ തുടർമാനമായി വെളിപ്പാട് പുസ്തക പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് കാണുന്ന ഉണർവുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, വേണ്ടെന്നല്ല, അത് വേണം, അതിനാണ് നമ്മൾ താല്പര്യം, വേണ്ട അല്ല ഞാൻ പറഞ്ഞത്, പ്രവചന പഠന ക്ലാസ്സുകൾ നടത്തുമായിരുന്നു. കാരണം ദൈവജനം അത് അറിയണം. ഇവിടെ പറയുകയാണ് യേശുവിനെ സാക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നാളെ രാവിലെ ഒരു കാര്യം നടക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ജീവിക്കും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉദ്ദേശം. when we know that things are going to happen tomorrow morning, when the breaking of the day, these are things are going to happen, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിന്നെ നമ്മൾ വേറൊന്നിനും പോകത്തില്ല. നാളെ രാവിലത്തെ കാര്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് നാളെ രാവിലെയാണ് യാത്രയെങ്കിൽ നിങ്ങളുടെ മുഖ്യ ചിന്ത നാളത്തെ യാത്രയെക്കുറിച്ചായിരിക്കും എന്ന് പറയുന്ന പോലെ ഇത് പ്രവചനാത്മാവിൽ പഠന ക്ലാസ്സിൽ, ബൈബിൾ ക്ലാസ്സിൽ കൂടെ ഒക്കെ നമ്മളിത് മനസ്സിലാക്കണമെന്ന് സ്വർഗം യോഹന്നാന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രദർശിപ്പിക്കുന്നതാണ്. യോഹന്നാൻ അതിന് സാക്ഷ്യം പറയുകയാണ്. ഇനിയും നാം കേട്ടതായ വചനം, കണ്ടതായ വചനം നാം മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ നാം കള്ളസാക്ഷികളാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. യോഹന്നാന് വേണമെങ്കിൽ ഇത് തൻ്റെ സ്വത്തായിട്ട് അകത്ത് വെക്കാമായിരുന്നു. നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന വെളിപ്പാടുകൾ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങൾ പറയൂ പാസ്റ്റർ, ഇല്ല, നിങ്ങളെപ്പോഴും നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എപ്പോൾ ബൈബിൾ വായിച്ചാലും ഒരു നോട്ട്ബുക്ക്, ഒരു പെൻസിലുമായിട്ട് ബൈബിൾ വായിക്കാം. തെറ്റിദ്ധരിക്കില്ല, അങ്ങനെ വേണം ചെയ്യുവാൻ. അല്ലെങ്കിൽ അല്ലല്ല നിങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ സൈഡ്, പണ്ട് ഇപ്പം പഴയ ബൈബിളൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു സൈഡിലൊക്കെ എഴുതാൻ. ഇപ്പോഴത്തെ ബൈബിളിന് സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം എത്രയും തീരെ ചെറുതാക്കി പോക്കറ്റ് ബൈബിളാക്കി, ഇനി ഇച്ചൂടെ പ്രീമിയറായി, ഇച്ചൂടെ പോക്കറ്റാക്കി, പിന്നെ ചെറുതാക്കി വായിക്കാൻ പറ്റാത്ത പരുവത്തിലാക്കി നമ്മുടെ കയ്യിൽ തരും. അല്ലല്ല ഇന്നലെ ഞാൻ അവിടെ ആരോട് മലയാളം ബൈബിൾ ചോദിച്ചപ്പോൾ പിള്ളേർക്ക് ഒരു ബൈബിൾ എടുത്തത്, എനിക്ക് അവിടെ ചെറിയ ബൈബിൾ വായിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ അവസാനം വലിയ ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ മലയാളം വാക്കി എടുത്ത്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതല്ല ഉദ്ദേശിച്ചു വരുന്നത്. നാം വചനം വായിക്കുമ്പോൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും.
വചനത്തിൽ കൂടെ സംസാരിക്കും. നിങ്ങളത് ഒരു കാര്യമായിട്ട് നോക്കണ്ട. മണിക്കൂറുകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അത് എഴുതി വെക്കണം. സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ ആത്മാവിൻ്റെ വെളിപ്പാട് പ്രാപിക്കുന്നത്. ഇനിയും ലേവിയ 5:1 പഴയ നിയമത്തിൽ തുടങ്ങിയതാണ്. ആരെങ്കിലും കണ്ട കാര്യം, കേട്ടെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ ദൃക്സാക്ഷിയായി പറഞ്ഞില്ലെങ്കിൽ അവൻ പാപിയാണെന്നാണ് പറയുന്നത്. ലേവിയ 5:1. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അവൻ അത് ചെയ്താൽ അത് പാപമാണ്, അവൻ അതിൻ്റെ കുറ്റം വഹിക്കണം. നമ്മൾ സാക്ഷ്യം പറയാതിരുന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, സഭായോഗത്തിൻ്റെ സാക്ഷി എന്നൊരു പ്രമാണം എങ്ങനെ ഒരുത്തം നിങ്ങൾക്ക് കൂടി വരുമ്പോൾ സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടോണ്ട് 2 പാട്ടും പാടി പറയുന്ന കാഴ്ചയിലൊക്കെ ഇന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പിന്നെ അത് 2 ആഴ്ച മുമ്പ് പിന്നെയും പറഞ്ഞു, പിന്നെ ഒരു അവസരം കിട്ടി അത് പിന്നെയും പറയുന്നതല്ല ഈ സാക്ഷ്യം. സാക്ഷ്യം എന്ന് പറയുന്നത് അല്ലല്ല, ദൈവം എനിക്ക് ഇപ്പം പിടിച്ചത് പ്രത്യേകമായി എന്തോ ചെയ്തു അത് പറയുന്ന അല്ലെങ്കിൽ യേശു തന്ന വചനം പറയുന്നത് ആ സാക്ഷ്യം. എല്ലാവരും എഴുന്നേറ്റ് 5 മിനിറ്റ് പ്രബോധിപ്പിച്ച് എനിക്ക് സന്തോഷമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടമാണെന്ന് കൂടെ ചോദിച്ചേക്കണം. അതിട്ട് ചെയ്യാവും, അത്രയേ ഉള്ളൂ. അല്ല എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം സഭായം മുഴുവൻ അങ്ങനെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ 4 മണി വരെ ഇരുന്നതാ, നമുക്ക് സന്തോഷമല്ലേ ഉള്ളു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്തോത്രം. അത് വിടുകയാണ്. അങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോൾ യേശു അർത്ഥമാക്കിയത് തന്നെ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയുക. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ദാറ്റ് ദേ ഷുഡ് ബിക്കം എ ലിവിങ് വിറ്റ്നസ്, എ ലിവിങ് ടെസ്റ്റിമണി ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ സാക്ഷിയായി മാറണമെന്നായിരുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി 21:30 ഒന്നാമത്തെ സാക്ഷി കാണുന്നത്. ഉൽപ്പത്തി 21:30. അവിടാണ് ഈ പദം ആദ്യമായിട്ട്, വിറ്റ്നസ് ഉള്ള പദം ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നത്. ഇവിടെയാണ്. അബ്രഹാം ആ ദേശത്ത് കിണർ കുഴിച്ചപ്പോൾ ഫെലിസ്തീനുമായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കി, അബീമേലെക്കുമായിട്ട് ഭയങ്കര പ്രശ്നം. 27 വാക്യം തൊട്ടുണ്ട്. 27 വാക്യം അപ്പോൾ അബീമേലെക്ക് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല പൊന്നു സഹോദര, എൻ്റെ ഇടയന്മാരും എൻ്റെ ദാസന്മാരും ഒക്കെ വന്ന് നിൻ്റെ കിണർ മൂടിയത് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ വലിയ ഫ്രണ്ട്സൊക്കെയാണ്, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ആരാ വന്ന് കിണർ മൂടി ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യം ചെയ്യും, അറിഞ്ഞാലും എനിക്ക് വിഷയമല്ല. ഒരു 7 പെണ്ണാടിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അബ്രഹാം അങ്ങോട്ട് സത്യം ചെയ്യുക. ഈ ആടിനെ കൊണ്ട് നിരത്തി നിർത്തിയ ഉടനെ അബീമേലെക്ക് ചോദിച്ചു, എൻ്റെ സഹോദര എന്തിനാ ഈ പെണ്ണാടുകളെ കൊണ്ടുവന്ന് ഇവിടെ, 27 വാക്യത്തോടെ ഞാൻ ഈ പറയുന്നത്, എന്തിനാ ഈ പെണ്ണാടുകളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്? അപ്പോഴാണ് അബ്രഹാം പറഞ്ഞത്, ഈ കിണർ ദൈവം എനിക്ക് അന്ന് അവകാശമാണ് എന്നതിൻ്റെ സാക്ഷിയാണ്. അങ്ങനെ അബീമേലെക്ക് അബ്രഹാമിനോട് വേറിട്ട് നിർത്തി ഈ ആട്ടിൻകുട്ടിനെ എന്താ ചോദിച്ചപ്പോൾ, ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി ഇത് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ വെച്ചൊരു സത്യം ചെയ്തു. അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് ബേർഷേബ എന്ന് പേരിടുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ സാക്ഷി എന്ന പദം അല്ല, ഈ ആട് അല്ല, നീ ഒരു സാക്ഷിയാണ്. ക്രിസ്തുവിനെ നിർത്തി വേണം നാം സാക്ഷ്യം പറയുവാൻ. സ്തോത്രം. അല്ലേ? അപ്പം അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പറഞ്ഞു വാക്കി യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നിങ്ങളൊന്നും പറയണ്ട, പോയാൽ നിങ്ങൾ ആരാ? യു ആർ മൈ വിറ്റ്നസസ്. അല്ലല്ല, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നമ്മുടെ വിഷയം അതിലേക്ക് വരും. അപ്പോൾ യോഹന്നാനെ ഈ വെളിപ്പാട് പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഐ ആം ദ ലിവിങ് വിറ്റ്നസ് ഓഫ് ദ വാട്ട് ഐ ഹാവ് സീൻ. കണ്ടതിൻ്റെ ജീവനുള്ള സാക്ഷിയാണ് ഞാൻ കണ്ടതാണ് നിങ്ങളോട് പറയുന്നത്, കേട്ട കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഇനി ആരെല്ലാമാണ് വേദപുസ്തകത്തിൽ ട്രൂ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് അതുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. 1 യോഹന്നാൻ 5:9. ഈ വർഷം ടെസ്റ്റ് എക്സാം ഉണ്ടായിരിക്കും. 1 യോഹന്നാൻ 5:9. മനുഷ്യൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാണ്. ഇനി ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താ? ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തൻ്റെ പുത്രനെ കുറിച്ച് പറയാനുള്ളത്. അതൊരു വലിയ സത്യമായ സാക്ഷ്യമാണ്. അല്ല, അവനിൽ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അല്ലല്ലേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ച് അതോടെ തരാതിരിക്കുമോ? പുത്രനുമായി ബന്ധപ്പെട്ട സാക്ഷ്യമാണ് സ്വർഗത്തിൻ്റെ സത്യസാക്ഷ്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം കേട്ടാണ് 1 പത്രോസ് 1:1. 1 പത്രോസ് 1:11. പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെയും ക്രിസ്തുവിന് പ്രാപിപ്പാനുള്ള മഹത്വത്തെയും കുറിച്ചാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നത്. അപ്പം യഥാർത്ഥത്തിലുള്ള സാക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും
പൗലോസിൻ്റെ സാക്ഷ്യം കേട്ടാട്ടെ. യെരുശലേമിൽ മാത്രമല്ല കുഞ്ഞ്, നീ റോമിലും സാക്ഷ്യം പറയണമെന്ന ദൈവം അല്ലല്ലേ. ഞാൻ പറയാം, യേശുവിനെ കുറിച്ച് കൂടുതൽ പറയുന്നതാണ് സാക്ഷ്യം. നിങ്ങളൊക്കെ ഇന്നാളും പറഞ്ഞതാ, നിങ്ങളൊക്കെ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സാക്ഷ്യം പറയുന്നവരെ കുറിച്ച് അല്ലേ. അനുഭവ സാക്ഷ്യം പറയുന്ന ഒരു പണ്ട് പരിപാടി ഉണ്ടായിരുന്നു, 15 മിനിറ്റ് പരസ്യയോഗത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഇവിടെ ഒരു മണിക്കൂർ അനുഭവ സാക്ഷ്യത്തിന് പറയാൻ കൊടുത്താൽ ആൾ എന്തായിരിക്കും പറയുന്നത്? പറഞ്ഞാട്ട് പണ്ടത്തെ കാര്യങ്ങൾ, ഞാൻ ആരായിരുന്നു, കൊലപാതകനായിരുന്നു, വഞ്ചകനായിരുന്നു, പിന്നെ ഡാഷ് 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 കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് അല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്നൊക്കെ പറയും. യേശുവിൻ്റെ സ്നേഹം എന്നെ കണ്ടുമുട്ടി, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ എന്തായിരിക്കും? എന്നാൽ ഈ പുള്ളി മിടുക്കനാണല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ചുമ്മാ തന്ന് കൈ നോക്കി രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് കർത്താവ്, എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യം പറയാം. അതുകൊണ്ടല്ലേ എനിക്ക് എനിക്ക് തോന്നിയല്ലേ പറഞ്ഞു, കർത്താവ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ അപ്പനും അമ്മയും കൊച്ചിലെ പിടിച്ച് സ്നാനപ്പെടുത്തി അഭിഷേകം പ്രാപിക്കാൻ കുത്തിയിരുത്തി പ്രാർത്ഥിപ്പിച്ചു. അതുകൊണ്ട് ഇവർ ഈ പറഞ്ഞ കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്നും സാക്ഷ്യം പറയാതെ, എനിക്ക് സാക്ഷ്യം പറയാനൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വേണ്ടതല്ല പറഞ്ഞത്. ഒരിക്കൽ ദൈവം വിടിവിച്ച് കഴിഞ്ഞാൽ പഴയ കാര്യം പറയുന്നത് പിശാചിന് മഹത്വം കൊടുക്കാമെന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിനകത്തുണ്ട്. കാരണം ഞാനായിരുന്നു പുള്ളിയെ പണ്ട് നയിച്ചു കൊണ്ടിരുന്നത്. എന്തോ അബദ്ധം പറ്റി ഈ പുള്ളി നഷ്ടപ്പെട്ടു, ഇന്നും എനിക്ക് വിഷമമുണ്ടെന്ന് നാട്ടുകാരോട് പറയിക്കുന്ന ഒരു പരിപാടിയാണ്. എന്തു ആയിക്കോട്ടെ, ഞാൻ പറയാം, നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവം നടത്തിയ വഴികളെക്കുറിച്ചായിരിക്കണം. 10 വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മിനിമം 5 കാര്യമെങ്കിലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം. ഞാൻ രോഗിയായിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാൻ കഷ്ടത്തിൽ, ദൈവനാമം മഹത്വം ആവർത്തിച്ച് പറയുന്നതിൻ്റെ പേരാ സാക്ഷ്യമെന്ന്. സ്തോത്രമല്ല, വിവരണം നടത്തണ്ട. മാർച്ച് 7-ാം തീയതി അങ്ങനെ ആയിരുന്നു, 8-ാം തീയതി അവിടുന്ന് പോയി, അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന്, അവിടെ ചെന്നപ്പോൾ ഒരു പാമ്പ് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോത്തിനാണ് ഇതെല്ലാം കണ്ട വിശദീകരിക്കുന്നത്? ദൈവസഭ എന്ന് പറയുന്നത് യേശുവിനെ ഉയർത്തുന്ന സ്ഥലം. സ്തോത്രം, പ്രസംഗത്തിൽ കൂടെ ആണേലും ഹല്ലേലൂയ, അതാണ് യേശു ഉയർത്തുന്ന സമയം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം പൗലോസിനോട് ചോദിച്ചാട്ട് നീ എന്താ പറഞ്ഞത്? സ്തോത്രം, ആകെ ഹല്ലേലൂയ പലവട്ടം ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു നിർത്തുന്നതല്ലാതെ പൗലോസിന് എവിടെ പറയാനുള്ളതും. അപ്പോസ്തലപ്രവൃത്തി 23:11. ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല പൗലോസിന്. അഗ്രിപ്പ 20 അധ്യായത്തോടെ പ്രസംഗമാണ്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പിന്നെ സാക്ഷ്യം പറയുമ്പോൾ നിന്റെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പകൽക്കാലത്ത് ബെർനീക്കയും അല്ലെങ്കിൽ അഗ്രിപ്പാവും ഒക്കെ ഫെലിക്സും ഒക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവസരം അവർ പറയും, നീ നിർബന്ധിച്ച് ഇങ്ങനെ പോയാൽ നിർബന്ധിച്ച് ഞങ്ങളെ കൂടെ ആരാക്കും? ക്രിസ്ത്യാനിയാക്കും. സാക്ഷ്യം കേട്ടോ പറയാ, നിന്റെ സാക്ഷി കുഞ്ഞ്, എൻ്റെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഇവിടെ പറഞ്ഞ പോലെ തന്നെ റോമിൽ എന്തു ചെയ്യും? എൻ്റെ സാക്ഷിയാകും. ഒരിക്കൽ ദൈവം ഉപയോഗപ്പെടുത്തിയാൽ അവസരങ്ങൾ പുറകെ വരും. സ്തോത്രം, അതൊരു വലിയ സത്യമാണ്. 2 ദിനവൃത്താന്തം 24:19 പ്രവാചകന്മാരുടെ സാക്ഷ്യം. 2 ദിനവൃത്താന്തം 24:19. നോക്കുക, ദൈവദാസന്മാരെ പ്രവാചകന്മാർ അവരുടെ പാപത്തെക്കുറിച്ച് സംസാരിച്ചു, സാക്ഷീകരിച്ചു. അവർക്ക് ചെവി കൊടുത്തില്ല. അപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ മക്കളുടെ സാക്ഷ്യം തന്നെ നമ്മുടെ കുറ്റങ്ങൾ ബോധങ്ങളൊക്കെ വരുത്തത്തക്കവണ്ണമുള്ള സാക്ഷ്യമായിരിക്കണം. അതാ ദൈവം. ഇന്നത്തെ പ്രവാചകന്മാരുടെ കൂട്ടല്ല, ഞാൻ അവിടെ അത് ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പോകുന്നതല്ല സാക്ഷ്യം. അടുത്ത സ്ഥലത്ത് എന്ന് പറയുമ്പോൾ പറയും, ഞാൻ അവിടെ ചെയ്ത് ആ ലിസ്റ്റ് നമ്മുടെ പേരുടെ കാണും. ഞാൻ ഡാളസിലായിരുന്നപ്പോൾ അങ്ങനെ ചെയ്തെന്ന് പറയും, ചിക്കാഗോ പറയും, കഴിഞ്ഞ് വരുമ്പോൾ ചിക്കാഗോയിലും കൂടെ പേര് പറയും. അങ്ങനെ ലിസ്റ്റ് കൂടുന്നതല്ലാതെ ഇവിടെ ഒന്നും അവരുടെ അവിശ്വാസ നിമിത്തം എനിക്കൊന്നും യേശു പറഞ്ഞ ഒറ്റ വാക്യത്തിൽ അവരെ പിടിച്ചിരിക്കുന്നത്. പാസ്റ്റർ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. കർത്താവില്ലേ പറഞ്ഞു, അവരുടെ അവിശ്വാസ നിമിത്തം അവരുടെ ഇടയിൽ വലിയ വീരപ്രവൃത്തി ഒന്നും നടന്നില്ല എന്ന് പറയുന്നതാ. അല്ല, ഞാൻ പറഞ്ഞത് കർത്താവിന് എവിടെയും അത്ഭുതം ചെയ്യാൻ പറ്റും. വരുന്ന ആളിൻ്റെ കൃപ കൊണ്ടല്ല അത്ഭുതം ചെയ്യുന്നുള്ള കാര്യം മറന്നു പോകല്ലേ. അതിനുള്ള ആത്മീയ അന്തരീക്ഷം അല്ലല്ല, എനിക്കറിയാം, അനുഭവിക്കുന്നു, ചെയ്യുന്നുള്ളതാണ് പറഞ്ഞത്. ജനത്തിൻ്റെ ഇടയിൽ ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ജനങ്ങളാണ് ദൈവത്തിൻ്റെ വിടൽ പ്രാപിക്കുന്നത്. അതിനല്ലേ വചനം പറയാനും ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കുവാനും ഒരു ദൈവദാസനെ ദൈവം നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു പാട്ട് പാടിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ദാവീദ് പാട്ട് പാടിയപ്പോഴാണ് ശൗലിൻ്റെ ദുരാത്മാവ് വിട്ടുപോയത്. ചുമ്മാ അത് കിന്നരം വായിച്ചുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ ആത്മാവ്, വെൻ യു ആർ ട്യൂൺഡ് വിത്ത് ഗാഡ് യുവർ ഹാർട്ട് നോ ദർ ദ ഡെവിൾ വിൽ ഫ്ലീ അവേ ഫ്രം യു. നാം ആത്മാവിൽ ട്യൂൺ ചെയ്തവരാണെങ്കിൽ അവിടെ പിശാച് വിട്ടുമാറും. സ്തോത്രം, മലളിയ. ഇനിയും മലളി. അപ്പം ഇതാണ് ആത്മാവിൻ്റെ സാക്ഷ്യം. ശിഷ്യന്മാർ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ 5 മിനിറ്റും കൂടെ മടങ്ങി വന്നൊരു സാക്ഷ്യം പറഞ്ഞു. ലൂക്കോസ് 24:35. വഴിയിൽ തങ്ങളോട് കർത്താവ് സംസാരിച്ചതും. ലൂക്കോസ് 24:35. അവർ തിരിച്ചു വന്ന് പറയുന്ന സാക്ഷ്യമാണ്. വഴിയിൽ ഞങ്ങളോട് സംസാരിച്ചതും ഞങ്ങളുടെ കണ്ണ് തുറന്ന് ആഹാരം തന്നെ ഞങ്ങൾ കണ്ണ് തുറന്ന കാര്യങ്ങളും. അവർ യെരൂശലേമിൽ അന്ന് രാത്രി തന്നെ വന്ന് ക്ലെയോപ്പാവും മറ്റേ ശിഷ്യനും സാക്ഷ്യം പറയുന്നു. ശമരിയാസ്ത്രീയുടെ സാക്ഷ്യം കേട്ടാട്ടെ, ഏറ്റവും വലിയ പ്രസംഗം, വേദപുസ്തകം കണ്ട ഏറ്റവും വലിയ സാക്ഷി ശമരിയാസ്ത്രീയാണ്. യോഹന്നാൻ 4:39.
അവളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷിയാണ്. നമുക്കൊരാൾക്കാണെങ്കിൽ ശമരിയ സ്ത്രീയുടെ കൂട്ടൊരു അവസരമായിരുന്നെങ്കിൽ സ്റ്റേജിൽ തന്നെ പറഞ്ഞേനെ, മുമ്പ് എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും എൻ്റെ ഭർത്താവല്ല. അങ്ങനെ ജീവിച്ചവളാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ ജീവിത യാത്രയുടെ പിന്നുള്ള ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 15 വർഷം ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പകൽക്കാലം കിണറ്റിൻ്റെ വക്കൽ വെച്ച് യേശു എന്നെ കണ്ടു, വെള്ളം തന്നു, കുടിച്ചു, സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം ലോകം മുഴുവൻ സാക്ഷിയാണ്. അവളൊന്നും പറഞ്ഞില്ല, ഒറ്റ വാക്കേ പറഞ്ഞോളൂ. പറഞ്ഞാണ് അല്ല 39. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു ഒരുവനെ. അതാണ് സ്തോത്രം സാക്ഷി എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ. അടുത്ത വചനം 40-ാം വാക്യം. അങ്ങനെ ശമരിയർ അവൻ്റെ അടുക്കൽ വന്നു. ഇനിയും 41. ഏറ്റവും അധികം പേർ അവൻ്റെ വാചനം കേട്ട് അവരിൽ ഒരു പട്ടണം മുഴുവൻ യേശുവിൻ്റെ കാൽക്കലേക്ക് ഓടി വന്നത്. ഒരു ഉച്ച സമയത്ത് ഒരു സ്ത്രീയോട് യേശു സംസാരിച്ചപ്പോൾ ഷീ ബിക്കം എ ലിവിങ് ടെസ്റ്റിമണി, ജീവൻ്റെ സാക്ഷിയായി മാറി. ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഉള്ള സാക്ഷ്യം പറയുന്നവരെ നമുക്ക് വേണ്ടിയിരിക്കുന്ന കാലഘട്ടമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇനിയും അപ്പോസ്തലപ്രവൃത്തി 3:15. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുന്ന പ്രസംഗ വിഷയമാണ്. ഒരു വാക്കൂടെ പറഞ്ഞ അവസാനം അത് വായിക്കണമെന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 3:15 വാക്യം ജസ്റ്റ് എടുത്താൽ മതി. പത്രോസ് ഒരു വലിയ സാക്ഷ്യമാണ്. ഞാൻ ആ പ്രസംഗത്തിൽ അത് വിശദീകരിക്കാം. പത്രോസ് ഒരു വലിയ സാക്ഷ്യം അവിടെ പറയുക, ഈ മുടന്തനെ ദൈവം എങ്ങനെ സൗഖ്യമാക്കിയത്. ഇനിയും ദൈവത്തിന് സ്വീകാര്യമായതും സ്വീകാര്യമല്ലാത്തതുമായ സാക്ഷ്യങ്ങളുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അതിവിടെ പറഞ്ഞിട്ട് അവസാനം വിഷയം രണ്ടോ പറയാൻ സമയമില്ല, ബാക്കി അടുത്ത ആഴ്ച പറയാം. 2-ാം വാക്യമായതേ ഉള്ളൂ. നമ്മൾ ദൈവത്തിന് സ്വീകാര്യമായ സാക്ഷ്യങ്ങൾ. 1 അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യം. പരിശുദ്ധാത്മാവിൽ നിയുക്തരായി നിങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങൾ ദൈവത്തിന് എന്താണ്? സ്വീകാര്യമാണ്. അല്ലാതെ ഞാൻ സഭയിൽ എഴുന്നേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരും അംഗീകരിക്കണമെന്നൊന്നുമില്ല. ദൈവം അംഗീകരിക്കണമെന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ പറയാം, പ്രയർ റിക്വസ്റ്റ് പറയാം, എല്ലാം പറയാം, വേണമെന്നല്ല പറഞ്ഞത്. സാക്ഷ്യം. ഇനി മർക്കോസ് 5:18-19. എവിടാണ് സാക്ഷ്യം ആദ്യം ഇനിയും പറയേണ്ടത്? മർക്കോസ് 5:18-19. സമയമെടുക്കുന്നു. ഞാൻ പറയും 2 ഭൂതന്നെ. യേശു ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് അവൻ്റെ മേത്ത് ദുരാത്മകം കരി 6000 ഉണ്ടായിരുന്നു, ലഗിയോനായിരുന്നു. അതിനെല്ലാം കൂടെ വീതിച്ചു കൊടുത്ത് പന്നിയുടെ മുകളിൽ കയറ്റി അതെല്ലാം കൂടെ അവിടെ എന്ത് ചെയ്തു? വെള്ളത്തിൽ പോയി ചാടിച്ചത്ത് കഴിഞ്ഞപ്പോൾ പന്നിയുടെ ഓണർമാരാണെന്ന് പറഞ്ഞു, അവനെന്നോ ഈ ബിസിനസ് ഞങ്ങൾക്ക് അവൻ്റെ ഭൂതം പോയില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങളുടെ ബിസിനസ്സെ തൊടാൻ സമ്മതിക്കില്ല. അവൻ വന്നവിടെ സഭ ഇരുന്നിട്ട് പോക്കോട്ടെ, അവനവൻ്റെ ഭൂതമുണ്ട്, അവനും അവൻ്റെ വീട്ടുകാരെ സഹിച്ചോട്ടെ, ഞങ്ങളെ അത് ബാധിക്കാൻ പാടില്ല, അത് വേറെ വിഷയം, വിടാൻ പോവുക. അങ്ങനെ അവൻ്റെ ഭൂതത്തെ ഇറക്കുന്നുണ്ട്. അങ്ങനെ ഈ പട്ടണത്തിന് മേലാൽ ഭൂത ശുശ്രൂഷയൊന്നും നടത്തണ്ട. നല്ലപോലെ ഇളകി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഓടിക്കുന്നു, എനിക്ക് സത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒതുക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇളക്കാനും തൊടാനൊന്നും പോകണ്ട, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇവൻ എന്ത് ചെയ്താൽ തിരിച്ചു പോകത്തില്ല. അവിടെ ഭൂതത്തെ ഇറക്കി ശല്യമായല്ലോ എന്ന് യേശുവിന് തോന്നി. അതിൻ്റെ 18-ാം വാക്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ സൗഖ്യമാക്കിയപ്പോൾ ഇപ്പം പറയും, ഞാൻ ഇവിടെ വരിക, ഈ 12 കൊണ്ടു നടക്കുന്ന പാട് യേശുവിനറിയാം. അല്ല, അതിലൊരുത്തൻ പിശാചാകുന്ന ആര് നേരത്തെ പറഞ്ഞിട്ടുണ്ട്? യേശു പറഞ്ഞിട്ടുണ്ട്. അതിലൊരുത്തൻ ആരാകുന്നു? പിശാചാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരുത്തനും കൂടെ പറയും, ഞാനിവിടെ വരാമെന്ന്. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞെ ധൈര്യമായിട്ട് ഒരു കാര്യം ചെയ്യും, നിന്നെ സൗഖ്യമാക്കിയല്ലോ. യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരോട് കർത്താവ് ചെയ്ത കാര്യം പറഞ്ഞാട്ട്. അതാണ് സാക്ഷ്യം. ഗോ ടു യുവർ ഹോം, ലെറ്റ് ദം സീ ദ ഡിഫറൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. പ്രൈസ് ഗോഡ്. വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് പറഞ്ഞാട്ട് യേശു എനിക്കൊരു വ്യത്യാസം വരുത്തിയത് ഒന്ന് പറയുവാൻ ഇതൊരു സാക്ഷ്യമാണ്. സ്തോത്രം. ദൈവം അംഗീകരിക്കുന്ന സാക്ഷ്യമാണ് പറഞ്ഞത്. യേശുവിൻ്റെ കൂടെ പടകിൽ കയറി അക്കരെ പോകുന്നതിനേക്കാൾ ഇക്കരെ നിന്നൊരു സാക്ഷ്യം പറയുന്നത് സ്വർഗത്തിന് താല്പര്യമാണ്. സ്തോത്രം. സങ്കീർത്തനം 66:16 വാക്യം. ഭക്തന്മാരുള്ളവരെ വന്ന് കേൾപ്പീൻ, അവനെൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സഭയിൽ പറയുന്ന ദൈവം എൻ്റെ പ്രാണനെ വിടുവിച്ച ആ വിധങ്ങൾ പറയുന്നൊരു സാക്ഷ്യം. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. സഭയിലെ സാക്ഷി അങ്ങനെ ആയിരിക്കണം. കർത്താവ് എനിക്ക് വിടുതൽ ചെയ്തു എന്ന് പറയുന്നൊരു സാക്ഷ്യമായിരിക്കണം. 2 തിമോത്തിയോസ് 1:8 വാക്യം. ലജ്ജയോ ഭയമോ കൂടാതെ വേണം നാം സാക്ഷ്യം പറയുവാൻ. യേശു ചെയ്ത കാര്യങ്ങൾ പറയാൻ ഒന്നും മടി തോന്നരുത്. 2 തിമോത്തിയോസ് 1:8 വാക്യം. കർത്താവ് നടത്തിയ വഴികളും കഷ്ടതയും ബന്ധനത്തെക്കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനോട് എന്ത് ചെയ്യണം? സാക്ഷ്യം പറയണം. ദൈവം വിടുവിച്ച വിധത്തെക്കുറിച്ച് ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാലും ദൈവത്തിനറിയാം ഞാൻ അവനെ വിടുവിച്ചറിയാം ഹല്ലേലൂയ പറഞ്ഞത്. സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഒരു കുഞ്ഞ് കരയുമ്പോൾ നമുക്കറിയാം. ഞാനിവിടെ കൊച്ചു മാതാപിതാക്കൾ ചോദിച്ചാറിയത്തില്ലേ, ഒരു കൊച്ചു കരയും. നമ്മളെ വിചാരം ഹല്ലേലൂയ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യമേ അയ്യോ എന്തോ കരച്ചിലേ കൊച്ച്, ഇത്തിരി കഴിയുമ്പോൾ പിന്നെയും കരയുന്നു. പക്ഷേ അമ്മയ്ക്കറിയാം ഓരോ പ്രാവശ്യം കരയുമ്പോൾ എന്തിനാ കരഞ്ഞേന്ന്. ആദ്യമേ കരയുന്നത് ചിലപ്പോൾ വിശന്നിട്ടായിരിക്കാം, ചിലപ്പോൾ കരയുന്നത് ഉറുമ്പ് കടിച്ച് വേദനിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ കരയുന്നത് അല്ല പരിചിതരല്ലാത്ത ആൾക്കാരെ കണ്ട് പേടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ കരയുന്നത് ഉറക്കം വരുന്നതിനായിരിക്കും. പക്ഷെ എൻ്റെ നോട്ടത്തിൽ സ്ക്രീമിങ് ചൈൽഡ്, ക്രൈയിങ് ചൈൽഡ്,
നിങ്ങളെല്ലാം കാണുമ്പോൾ ലോകം അങ്ങനെ വിധി എഴുതുന്നത്, ഒരൊറ്റ മാർക്കിലാണ് എല്ലാവരും ഇടുന്നത്. പക്ഷേ സ്വർഗത്തിനറിയാം നീ എന്തിനാ സ്തോത്രം പറഞ്ഞത്, എന്തിനാ ഹല്ലേലൂയ പറഞ്ഞത്, എന്തിനാ പാട്ട് പാടിയത്, എന്തിനാ അന്യഭാഷ പറഞ്ഞത്. ഇതൊക്കെ അറിയാവുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നിലവിളിയെങ്കിൽ തന്നെ എനിക്ക് അലിവ് തോന്നുമെന്നാണ് വചനം പറയുന്നത്. ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങളെപ്പോലും ദൂരത്തുനിന്ന് വലിച്ചെടുക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് ഇന്ന് രാവിലെ നാം മറന്നു പോകല്ലേ. സ്തോത്രം. അപ്പോൾ ദൈവം അംഗീകരിക്കുന്ന സാക്ഷ്യമാണത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി യിരെമ്യാവ് 20:9. യിരെമ്യാവ് 20:9. ഹൃദയം കത്തണം, അകത്ത് ഇത് ഒതുക്കി വെച്ചാൽ ചൂട് പിടിക്കും. പ്രശ്നം കൂടിയപ്പോൾ യിരെമ്യാവ് പറഞ്ഞു, മേലാൽ ഞാൻ ഇനി അവനെ ഓർക്കേയില്ല. നമ്മളൊക്കെ പറയാറില്ല, ഇനിയും പള്ളി പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, സ്തോത്രം നല്ലല്ലേ പറയുന്നില്ല എന്നൊക്കെ പറയാം. ഞാനിനി അവനെ എന്ത് ചെയ്യത്തില്ല, ഓർക്കേയില്ല. പിന്നെ ഞാനിനി അവൻ്റെ സാക്ഷ്യം പറയത്തില്ല. ഇത് പറഞ്ഞപ്പോൾ അത് എങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി? അസ്ഥികളിലേക്ക്. പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് അകത്ത് പ്രശ്നം ഉണ്ടാക്കും. അത് ഭയങ്കര വിഷയമാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അകത്തൊരു ദൂത് ദൈവാത്മാവ് തന്നിട്ട്, അകത്തൊരു ദർശനം തന്നിട്ട് അത് നീ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അത് അസ്ഥികൾക്ക് ഭാരമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി വായിച്ചു. അപ്പോൾ ജ്വലനമാണ്, ഇത് അകത്ത് കിടന്ന് കത്താൻ തുടങ്ങിയാണ്. അപ്പോൾ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഹൃദയത്തിനകത്ത് ജ്വലിക്കുന്നതാണ് സാക്ഷ്യം, മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നതാണ് സാക്ഷ്യം. അപ്പോസ്തലപ്രവൃത്തി 4:20, 5:32, 22 അടക്കി വെക്കുവാൻ കഴിയാത്ത സാക്ഷ്യമാണ്, തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന സാക്ഷ്യമാണ്. നാം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നാം പഠിച്ച പദം ഇതാണ്. യോഹന്നാന് ദൈവം അത് പ്രദർശിപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ്റെ 5 സ്നേഹത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. അതൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തായിരുന്നു യോഹന്നാൻ്റെ 5 സ്നേഹം? യോഹന്നാൻ്റെ സ്നേഹത്തിൻ്റെ 5 പ്രത്യേകത. ഈ വെളിപ്പാട് പുസ്തകം പിന്നെ നമ്മൾ ഈ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ സമയത്തിന് വരാമെങ്കിൽ നിങ്ങൾക്കൊരു ബൈബിൾ കോളേജ് പഠിക്കുന്നതിനുള്ള ബെനിഫിറ്റ് ചെയ്യും. ഐ എം ലോട്ട് ഓഫ് വർക്കിംഗ് ഔട്ട് ബിഹൈൻഡ് ദാറ്റ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, യോഹന്നാൻ്റെ സ്നേഹം മാർവിൽ ചാരുന്ന സ്നേഹമാണ്. യോഹന്നാൻ്റെ സ്നേഹം ചുമതലകൾ ഏറ്റുവാങ്ങുന്ന സ്നേഹമാണ്. യോഹന്നാൻ്റെ സ്നേഹം സകലത്തിന് മുമ്പേ ഓടുന്ന സ്നേഹമാണ്. കടൽക്കരയിലും യേശുവിൻ്റെ ശബ്ദം തിരമാലയുടെ നടുവിലും തിരിച്ചറിയുന്നതാണ് യോഹന്നാൻ്റെ സ്നേഹം. അന്ത്യം വരെയും പിൻചെല്ലുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഞാൻ ഈ പഠിപ്പിക്കുന്ന ബൈബിൾ ക്ലാസ്സിൻ്റെ കോപ്പികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ പ്രിൻ്റഡ് കോപ്പി തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ കണ്ണോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായി ആഴമേറിയ ദൈവകൃപ അനുഭവിപ്പാൻ, യേശുവിനെ സ്നേഹിപ്പാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാ. ഇന്ന് രാവിലെ നമുക്കൊന്ന് ചോദിക്കാം, കർത്താവേ നിന്നോടുള്ള ഞങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഒന്ന് രുചിച്ചറിയുവാൻ എത്ര പേർക്ക് ഇന്ന് രാവിലെ അല്ലെങ്കിൽ സാക്ഷികളായി നമുക്ക് നിൽക്കണം. അതാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആകെ. വി നീഡ് ടു ബി ലിവിങ് ടെസ്റ്റിമണീസ്, ലിവിങ് വിറ്റ്നസസ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സാക്ഷികളായി തീരണം. യേശുവിൻ്റെ സാക്ഷികളായി ഭൂലോകമെങ്ങും യാത്ര ചെയ്യുവാൻ ഇന്ന് രാവിലെ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. അകത്തൊതുക്കി വെച്ചാൽ അത് അസ്ഥികളെ ദ്രവിപ്പിക്കും. പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പിശാചിൻ്റെ തലയെ താഴ്ത്തുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, കർത്താവേ ഗിവ് മീ എ വേർഡ് സോ ദാറ്റ് ഐ ക്യാൻ സ്പീക്ക് ദാറ്റ് ബോഡ്ലി. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അല്പനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാ, സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമായി. അല്പനെ വചനം ജ്ഞാനമായി, സത്യത്തിൽ അതു